ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് ഇന്നത്തെ വീഡിയോ ബ്രെയിൻ ടെസ്റ്റ് ചാലഞ്ചാണ്. ഗൈസ് ഞാൻ കുറച്ചായി ഇങ്ങനെ വിചാരിക്കുന്നു ബ്രെയിൻ ടെസ്റ്റ് ഒന്ന് ചാലഞ്ച് ചെയ്യാനാണ്. ഇന്നാണ് സമയം കിട്ടിയത്. ഇപ്പം ഞാൻ ടാബിലാണ് വീഡിയോ എടുക്കുന്നത്. ക്യാമറ ഇവിടെയാണ്. അന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ അല്ല, ചിലപ്പോൾ നോക്കുക ഇവിടെയാണ്. ബാക്കിയുള്ള ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നല്ല വീഡിയോയിലോട്ട് പോകാം. സബ്സ്ക്രൈബ് ചെയ്തവരെ എന്തായാലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ റെക്കോർഡ് ആരംഭിക്കട്ടെ. സ്ക്രീൻ റെക്കോർഡ് ആരംഭിക്കട്ടെ. ഓക്കെ ഇപ്പം ഞാൻ ഇവിടെ കൊടുത്തേക്കാം റെക്കോർഡിങ്. അങ്ങനെ നമ്മൾ വീഡിയോ ഇവിടെ സ്റ്റാർട്ടായിരിക്കുന്നു. ലെവൽ 1 ആണ് നമ്മൾ ചെയ്യുന്നത്. വിച്ച് വൺ ഈസ് ദ ബിഗ്ഗസ്റ്റ്? ഇതിൻ്റെ അകത്ത് വലുതാണെന്ന് ചോദിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ അതാണ്. ലെവൽ 1 ആണ് ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വെച്ചാൽ വിച്ച് വൺ ഇസ് ദ ബിഗ്ഗസ്റ്റ് എന്നാണ് ചോദിക്കുന്നത്. ഇനിയും നല്ല ചാലഞ്ച് വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ കുറേ ചലഞ്ച് വീഡിയോസ് ഇനി ചെയ്യാം. ഓക്കെ ഇതൊക്കെ നമുക്ക് ഇതെങ്ങനെയാണ് വിച്ച് വൺ ഇസ് ദ ബിഗ്ഗസ്റ്റ് എന്ന് ചോദിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ബിഗ് ആയിട്ടുള്ളത് ലയണാണ്. ശരിക്കും ആനയല്ലേ? നമുക്ക് ആന ക്ലിക്ക് ചെയ്യാം അല്ലേ? ഓ ഈ ഫോട്ടോയിൽ എങ്ങനെയാണെന്ന് ചോദിച്ചേ. ഞാൻ റിയലായിട്ട് ചിന്തിച്ചു പോയി. ആനയല്ല ശരിക്കും ബിഗ്ഗസ്റ്റ്. ഞാൻ അതുകൊണ്ട് ആന ക്ലിക്ക് ചെയ്തത്. ആനയല്ല, ഈ ഫോട്ടോയിൽ ഏതാ ബിഗ്ഗസ്റ്റ് എന്നാണ് ചോദിച്ചത്. എന്താ ലയൺ തന്നെ. നമുക്ക് നെക്സ്റ്റ് കൊടുത്തേക്കാം. ഹൗ ടു ബ്ലോസം ദീസ് ഫ്ലവർ. നമുക്കെന്നെ കാർമേഘമൊക്കെ മാറ്റാം. ഓ ഇവിടെ സൂര്യൻ ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് സിമ്പിള്. ലെവൽ 2 വരെ സിമ്പിളാണ്. നമുക്ക് ലെവൽ 3 അങ്ങോട്ടാണ് ടഫ് വരുമോ നോക്കാം. നെക്സ്റ്റ് കൊടുക്കുക. പുട്ട് ദ എലിഫൻറ്റ് ഇൻ ടു ദ ഫ്രിഡ്ജ്. എലിഫൻറ്റിനെ ഫ്രിഡ്ജിലേക്ക് കയറ്റണം. ഓക്കെ ഇതെല്ലാം വലിയ പണി. ഡോറോർന്ന് എലിഫൻറ്റ് കയറ്റി. ഇതൊന്നും വലിയ ടഫില്ലേ? ഞാൻ മാറിപ്പോയ ചലഞ്ച് എടുത്തത്. വിച്ച് വൺ ഈസ് ക്ലോസറ്റ് ടു അസ്? ക്ലോസറ്റാ? ക്ലോസെസ്റ്റ് എന്നാട്ടാ. ഇതൊന്നും മാറ്റാനും കഴിയുന്നില്ലല്ലോ. ക്ലൗഡൊന്നും മാറ്റാൻ കഴിയുന്നില്ല. ഞാൻ വേർക്കുന്നുണ്ട്, ചൂട്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാനവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് ഇത് ഫിനിഷായി. ഹൗ മെനി പിസ്സ സ്ലൈസസ് ഡു വി ഹാവ്? ഇവിടെ എത്ര ഉണ്ടെന്ന് ഇങ്ങനെ നീക്കി നോക്കി നമുക്ക് കാണാൻ പറ്റൂട്ടാ. ഓക്കെ 1 2 3 4 5 6 7 നമുക്ക് 8 എടുത്തേക്കാം. ഇനിയുണ്ടോ? ഓ ഇനിയും ഉണ്ട് കേട്ടാ. 9 എടുത്തേക്കാം. 9 ഉണ്ട്. 1 ഞാൻ നീക്കാൻ വിട്ടുപോയി. ഇതൊക്കെ സിമ്പിളാണ്. അയ്യോ സോറി, അറിയാതെ ഷെയർ എനിക്ക് പോയി. അടുത്ത് നോക്കാം. ഐ ഓവർടോക്ക് ദ സെക്കൻഡ് പ്ലേസ്ഡ് റേസർ. വാട്ട്സ് മൈ പൊസിഷൻ? എന്ന് വെച്ചാൽ 2 ആണ്. നമ്മൾ ചിന്തിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സെക്കൻഡാണ് ചോദിക്കുന്നത്, പക്ഷെ അവിടെ തന്നെ തന്നിട്ടുണ്ട്. ആൻസർ അവിടെ തന്നെ ഉണ്ട്. സെക്കൻഡ് സ്ലൈഡ് ലെഫ്റ്റ് ടു അൺലോക്കാ. സ്ലൈഡ് ലെഫ്റ്റ് ടു അൺലോക്ക്. ലെഫ്റ്റിലേക്ക് ഞാൻ സ്ലൈഡ് ചെയ്യാനാണ് പറയുന്നത്. ആവുന്നില്ല. ഇങ്ങനെ സ്ലൈഡ് ചെയ്തു, പക്ഷെ ആവുന്നില്ല. ഇത് കുറച്ച് പാടുപെടും നമ്മൾ. ലെവൽ 7 കേട്ടോ. ലെവൽ 7 എത്തി. ഇങ്ങനെ തന്നെയാണ്, പക്ഷേ സ്ക്രീൻ റെക്കോർഡാവുന്നില്ലേ? ലാസ്റ്റ് പണി കിട്ടണം. ഓക്കെ ഇതാവുന്നില്ല. എങ്ങനെയാണ്? സ്ലൈഡ് ലെഫ്റ്റ് ടു അൺലോക്ക്. ഇത് അൺലോക്കാണ്, ലെഫ്റ്റിലേക്ക് സ്ലൈഡ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ ലെഫ്റ്റിലേക്ക് സ്ലൈഡ് ചെയ്തു. അൺലോക്ക് ആവുന്നില്ല. ഇനി ഇതിലൊന്ന് നെക്കി നോക്കട്ടെ. അതെടുത്തിട്ട് കാര്യമില്ല. സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? സ്കിപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തു. ലെവൽ 8ലേക്ക് പോയി. ഫീഡ് ദ കാറ്റ് പ്ലീസ്, ഹി ഈസ് ഹംഗറി. നമുക്കിത് മാറ്റിയാൽ പോരെ? ഇതെന്താണ് ഈ സാധനം മാറ്റാൻ കഴിയില്ല. അതിൻ്റെ നടുക്കൊരു വേലി ഉണ്ടോ? ബിസ്ക്കറ്റ് നീക്കാൻ പറ്റുന്നുണ്ട്.
ഓ ഓ ഓ ഓ അങ്ങനെ ഗൈസ് കാറ്റിന് ഫീഡ് ചെയ്യാനാണ് പറഞ്ഞത്. കാറ്റിന് എഴുതിയെടുക്കുക, നമ്മൾ ബിസ്ക്കറ്റ് കൊണ്ട് കൊടുക്കുന്നു, ഫീഡ് ചെയ്യിപ്പിക്കുന്നു. അത്രേ ഉള്ളൂ. സിമ്പിൾ സിമ്പിൾ. വേർ ഈസ് ദ ഗ്രീൻ ബോൾ? സിമ്പിൾ ഗൈസ്, യെല്ലോയും ബ്ലൂവും ചേർന്ന ഗ്രീനാണ്. രണ്ടും മിക്സ് ചെയ്താൽ മതി. വാട്ട് ഈസ് അൺയൂസ്വൽ ഇൻ പിക്ചർ? ഈ സെല്ലടിക്കുക ക്ലിക്ക് ചെയ്ത് കൊടുത്തോ, ചിലപ്പോൾ ഇത് ശരിയായിരിക്കും. ഇതെന്താണ്? ഇതൊക്കെ തിരിഞ്ഞില്ല. വാട്ട് ഈസ് ദ അൺയൂസ്വൽ ഇൻ ദിസ് പിക്ചർ? പിക്ചർ എന്നുള്ള എഴുതിയതെല്ലാം നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്ന നല്ലതായിരിക്കും. സ്ക്രീനിനടുക്ക് എല്ലാടിക്കും നോക്കി കൊടുക്കുക, ഇങ്ങനെ പരപരാ നോക്കി കൊടുക്കുക, അല്ലാതെ എങ്ങനെ ചെയ്യുക? സ്കിപ്പ് അടിക്കേണ്ടി വരുമോ ഗൈസ്? നിങ്ങളും എൻ്റെ കൂടെ കളിക്കുക. എന്നാലും നിങ്ങൾക്ക് എത്ര പോയിൻ്റ് എന്നുള്ള കേസ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. എൻ്റെ കൂടെ നിങ്ങൾ ഒരുമിച്ച് കളിക്കുക ഗൈസ്. നമുക്കിത് കിട്ടൂല കേട്ടോ മിക്കവാറും. ഇത് ഓ ഗൈസ്, ഇനി എല്ലാം നീക്കി നോക്കേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ഗൈസ്. ഗൈസ് ഇതെന്താണ് ഗൈസ്? എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. എല്ലാം നീക്കി നോക്കി, ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും തിരിയണില്ല. നമുക്ക് സ്കിപ്പ് അടിച്ചാലോ ഗൈസ്? അയ്യോ, സ്കിപ്പ് അടിക്കാൻ കഴിയില്ലേ ഗൈസ്? സ്കിപ്പ് അടിക്കാൻ കഴിയില്ല കേട്ടോ ഇനി. ഓ ഗൈസ്, നമ്മൾ നേരത്തെ സ്കിപ്പ് അടിച്ചിട്ട് ID ഇപ്പോൾ 25 50 വേണം ഗൈസ്. തീർന്ന്. ലുക്ക് അറ്റ് ദിയർ ഹാൻഡ്സ് കെയർഫുള്ളി. കൈ ഗൈസ് അവിടെ കേട്ടാ ഗൈസ്, നമുക്ക് ക്ലൂ കിട്ടും. ക്ലൂ ഇപ്പുറത്ത് നോക്കിയാൽ കിട്ടും, പക്ഷെ അത് ഇപ്പോൾ ഇനി ക്ലൂ കിട്ടൂല ഗൈസ്, ഉറപ്പാണ്. ഇത് നമ്മളെ ഇത് പോയി, ഐഡിയാസ് പോയി. ഓ ഗൈസ്, ഓൻ്റെ വിരൽ 6 വിരലുണ്ടായിരുന്നു. നമ്മൾ അതാന്നിട്ടാ. വിച്ച് വൺ ഈസ് ലോങ്ങസ്റ്റാ? ഫെബ്രുവരി. ഗൈസ് എഴുതിയത് ഏതാ ലോങ്ങസ്റ്റ് എന്നാണ് ചോദിച്ചത്. ഇവിടെ അതാണ് ഗൈസ്, നമ്മളെ കുഴപ്പിക്കും ഗൈസ്. ഈ ചോദ്യങ്ങളെല്ലാം നമ്മളെ എന്തെല്ലോ ആക്കും. ക്യാച്ച് 5 ഫാളിയും ബോൾസാ. നമുക്ക് എഴുതി കൊടുത്തേക്കാം. അല്ല യെസ് യെസ്, കുറേ ക്യാച്ച് ചെയ്തു. ഓ ഗൈസ് 5 ആകുമ്പോൾ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം ഗൈസ്. ഇത് 5 കുറേ ബോൾ ഞാൻ ക്യാച്ച് ചെയ്തു ഗൈസ്. ഓ ഗൈസ്, അങ്ങനെയല്ല ഗൈസ്. താഴേക്ക് ഫാൾ ചെയ്യുന്ന 5 ആപ്പിളിനെ ഗൈസ് ക്യാച്ച് ചെയ്യാൻ പറഞ്ഞേ. ഓ ഗൈസ്, ഞാൻ മേലേക്ക് വന്നാലും നോക്കിപ്പോയി, സോറി. ഒന്ന് അയ്യോ ഗൈസ്, താഴേക്ക് വരുന്ന ആപ്പിളിനെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഒന്ന് ഇതെല്ലാം മേലേക്ക് വന്നേ ഗൈസ്. മേലേക്ക് വന്നാൽ നമുക്ക് വേണ്ട. ഓക്കെ ജസ്റ്റ് മേലേക്ക് വന്നാൽ നമ്മളൊന്നും നോക്കണ്ട, മേലേക്ക് പോയിക്കോട്ടെ. അയ്യോ ഗൈസ്, അത് ക്ലിക്ക് ആയിട്ടാ ഗൈസ്. മേലേക്ക് വന്നെയാണ് ഗൈസ്. താഴേക്ക് ഒരു ആപ്പിൾ പോലും വരുന്നില്ല. ഒന്ന് യെസ്. ഓ ഭാഗ്യ ഗൈസ്. ഗൈസ് ഫാളിങ് നാട് കാണിക്കുന്നത് ഗൈസ്, മേലേക്ക് പോകുന്ന ഫാളിങ് അല്ലല്ലോ ഗൈസ്. ഞാൻ പറഞ്ഞേ നമ്മളെ കുഴപ്പിക്കും. ടോം മസ്റ്റ് ജമ്പ് ടു ദ അതർ സൈഡ്. ഓക്കെ, ജമ്പ് നോക്കിക്കഴിഞ്ഞാൽ പണി കിട്ടും. ഓ ജമ്പ് നോക്കിയാൽ പണി കിട്ടും ഗൈസ്. നമുക്ക് മല കുറച്ച് അടുപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യുന്നില്ലേ? ടോം മസ്റ്റ് ജമ്പ് ടു ദ അതർ സൈഡ്. ജമ്പ് നോക്കിയാൽ പണി കിട്ടും. അവൻ താഴേക്കാണ് പോകുക ഗൈസ്. പൂച്ച താഴേക്ക് പോകും ഗൈസ്. നമ്മൾ മേലെ എഴുതിയതെല്ലാം ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഗൈസ്. ചിലപ്പോൾ അവിടെ ആയിരിക്കാം നമുക്കെല്ലാം പണി വരുന്നത് ഗൈസ്. ഇതാവും തോന്നുന്നില്ല ഗൈസ്. ഈ മൗണ്ടിന് അപ്പുറത്തിപ്പുറത്തും യോജിപ്പിക്കാൻ കഴിയുന്നില്ല. അല്ല പിന്നെ തുള്ളി നേരെ അടുത്ത് വരുന്നു ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, കുറച്ച് ടഫായിരിക്കും ഗൈസ്. ഗൈസ്
സോറി ഗൈസ്, ഒരു കോള് വന്നതാണ്. പണിയായോ ഗൈസ്? ഒരു കോള് വന്നതാണ് കേട്ടോ ഗൈസ്. ആവണില്ല ഗൈസ്. എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ എന്തായാലും 10 മിനിറ്റ് കടന്ന് ഗൈസ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 ചെയ്യുക ഗൈസ്. ജിയോ കസറിൻ്റെ പാർട്ട് 2 ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു ഗൈസ്. ജിയോ കസറിൻ്റെ പാർട്ട് 2 ഇനി വരൂല ഗൈസ്, ഉറപ്പാണ്. ജിയോ കസറിൻ്റെ പാർട്ട് 2 ഗൈസ് സംഭവം വേറെ ഒന്നല്ല. ജിയോ കസർ എൻ്റെ ഫോണിൽ നിന്ന് പോയി ഗൈസ്. അതിനിപ്പോൾ ആദ്യം ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അത് കുറച്ച് പണിയാണ് ഗൈസ്. അങ്ങനെ ജിയോ കസർ പാർട്ട് 2 എന്തായാലും നമ്മുടെ ചാനൽ വരുന്നതല്ല ഗൈസ്. ഇതിൻ്റെ പാർട്ട് 2 ചെയ്യണമെങ്കിൽ ഗൈസ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മാത്രം ചെയ്യുക ഗൈസ്. അല്ലാതെ വെറുതെ അങ്ങനെ ചെയ്യുന്നില്ല ഗൈസ്. പിന്നെ ഡൈമണ്ട് ലൈഫിൻ്റെ പാർട്ട് 2 വരും ഗൈസ്. ഗൈസ് ഞാൻ ഇത്ര നേരം മുഖം കാണുന്നില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നിൽ ഒരു സാധനം വെച്ചു ടാബ് വീഴാണ്ട് വെക്കാൻ വേണ്ടി ക്യാമറ വീടിയാണ് ഗൈസ്. ഗൈസ് ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പുതിയൊരു വീഡിയോ പിന്നെ ഗൈസ്. ബൈ ബൈ.